ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യാതിരുന്നത് കൊണ്ട്, ക്യാമ്പിൽ നിന്ന് വീണ്ടും ബന്ധുവീടുകളിലേക്ക് പോകുന്നത് കൊണ്ട്, സർക്കാർ ഇതിൽ താമസിക്കാത്തത് കൊണ്ട്, സർക്കാർ എടുക്കുന്ന വാടക വീട്ടിൽ താമസിക്കാത്തത് കൊണ്ട് സ്ഥിര പുനരധിവാസത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നമുണ്ടാകുമോ എന്നൊരാശങ്കയും വേണ്ട. അത് അവരുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കി, എത്രമാത്രം അവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കി, ഇനിയും ആ പ്രദേശത്ത് താമസിക്കാൻ പറ്റാതെ പോയവരെത്ര എന്ന് നോക്കി, ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥിരമായ പുനരധിവാസ സംവിധാനം. അതിൽ ബന്ധുവീടുകളിൽ പോയതുകൊണ്ടോ ക്യാമ്പിൽ വരാത്തത് കൊണ്ടോ ഒരാളും ഒഴിവാക്കപ്പെടില്ല. എഫക്റ്റഡായ മുഴുവൻ ആളുകളും സ്ഥിരമായ പുനരധിവാസത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടും. അക്കാര്യം ഞാൻ ആദ്യമേ ഉറപ്പ് നൽകുകയാണ്. ഇപ്പോൾ പലരെയും പേടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാടക വീടായോ, നിങ്ങൾ ഇനി എത്ര കാലം ഇവിടെ താമസിപ്പിക്കും? ഒരു പേടിയും വേണ്ട. നിങ്ങൾ പൂർണ്ണമായും നിങ്ങളെ നോക്കാൻ ഗവൺമെന്റിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സമ്പൂർണ്ണമായ സംവിധാനങ്ങളുണ്ട്. നോക്കാൻ പോകാൻ ആളില്ല, വില പറഞ്ഞ് പിന്നെ വാടക പറഞ്ഞ് ഉറപ്പിച്ചില്ല. ഈ പേടിയൊന്നും ഒരാൾക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. കൃത്യതയോടുകൂടി ലിസ്റ്റ് പരിശോധിച്ച് ഏറ്റവും വേഗതയിൽ അവർക്ക് അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള താൽക്കാലിക പുനരധിവാസം ഉണ്ടാകും.